വെൽക്കം ബാക്ക്. ഈ 8283 നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു പവർ എഞ്ചിനീയറിംഗിൽ നമ്മൾ കുറച്ച് ഡെഫിനേഷൻസും ഒക്കെ പഠിച്ചു അല്ലെ. ഡെഫിനേഷൻസ്, കോസ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി പ്രോബ്ലംസ് ചോദിക്കില്ല കേട്ടോ, ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതേവരെയുള്ള ആ കുറെ ഡെഫിനേഷൻസ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ പറയണ പോലെ ഒരു 2-3 പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഒന്ന്, എ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഹാസ് എ കണക്റ്റഡ് ലോഡ് ഓഫ് 40 മെഗാവാട്ട് ആൻഡ് എ മാക്സിമം ഡിമാൻഡ് ഓഫ് 20 മെഗാവാട്ട്. ദ യൂണിറ്റ്സ് ജനറേറ്റഡ് ബീങ് 60 × 10⁶. കാൽക്കുലേറ്റ് ദ ഡിമാൻഡ് ഫാക്ടർ ആൻഡ് ദ ലോഡ് ഫാക്ടർ. ഓക്കെ, ഇവിടെ ഡിമാൻഡ് ഫാക്ടറും ലോഡ് ഫാക്ടറുമാണ് കണ്ടുപിടിക്കേണ്ടത്. യൂണിറ്റ്സ് ജനറേറ്റഡ് 60 × 10⁶ ആണ്. ഞാൻ ഇത് എഴുതി വെച്ചതാണ് കേട്ടോ. കണക്റ്റഡ് ലോഡ് ഈസ് ഈക്വൽ ടു 40 മെഗാവാട്ട് പറഞ്ഞു. മാക്സിമം ഡിമാൻഡ് 20 മെഗാവാട്ട്, അതായത് 20,000 കിലോവാട്ട് ആക്കുന്നതിന് വേറെ കാര്യം ഉണ്ടായി, ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്താണ് ഡിമാൻഡ് ഫാക്ടർ? ഡിമാൻഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ്. മാക്സിമം ഡിമാൻഡ് ഇവിടെ തന്നിട്ടുണ്ട് 20 മെഗാവാട്ട്, കണക്റ്റഡ് ലോഡ് 40 മെഗാവാട്ട് ഉണ്ട്, അപ്പോൾ 0.5. ഓക്കെ, ഇനി ആനുവൽ ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ലോഡ് ഫാക്ടർ. ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. അതിൽ മാക്സിമം ഡിമാൻഡ് അറിയാം, പക്ഷേ ആവറേജ് ഡിമാൻഡ് അറിയോ? ഇല്ല. അപ്പോൾ എന്താണ്? ആവറേജ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം 60 × 10⁶ ഡിവൈഡഡ് ബൈ അവേഴ്സ് ഇൻ എ ഇയർ 8760, ദാറ്റ് ഈസ് 6849.31 കിലോവാട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇത് കിലോ വാട്ടിൽ കിട്ടി. അതുകൊണ്ടാണ് അവിടെ നമ്മൾ കിലോ വാട്ടിൽ ഞാൻ എഴുതിച്ചു. സോ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ്, ദാറ്റ് ഈസ് 6849.31 ഡിവൈഡഡ് ബൈ 20,000, ദാറ്റ് ഈസ് 34.24%. ഇത്രയും രണ്ട് സാധനങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് 34.24% വന്നതെന്ന് അറിയോ? ഇൻറ്റു 100 ചെയ്യാണ്ട് കേട്ടോ. 1 സെക്കൻഡ്. Okay, 6849.31 by 20,000 into 100, that is equal to 34.24%. Next, second question. In a generating station has a maximum demand of 400 megawatt. 400 megawatt maximum demand. The annual load factor is 60% and the capacity factor is 45%. Find the reserve capacity of the plant. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം. എന്താണ് നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? മാക്സിമം ഡിമാൻഡ് എന്താണെന്ന് തന്നിട്ടുണ്ട്. തന്നതൊക്കെ ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 400 മെഗാവാട്ട്. ആനുവൽ ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട് അല്ലേ? ആനുവൽ ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 60%. പിന്നെന്താണ്? കപ്പാസിറ്റി ഫാക്ടർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 45%. ഇനി നമുക്ക് കപ്പാസിറ്റി ഫാക്ടർ ഒക്കെ തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ റിസർവ് കപ്പാസിറ്റി. റിസർവ് കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡാണ്. പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ് അല്ലേ? ഈ മാക്സിമം ഡിമാൻഡ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ? പ്ലാന്റ് കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല. പ്ലാന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്ത്? പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്? ആവറേജ് ഡിമാൻഡ് ബൈ എന്താണ്? കപ്പാസിറ്റി ഫാക്ടറാണ് അല്ലേ? പ്ലാന്റ് കപ്പാസിറ്റിയാണ്, പ്ലാന്റ് കപ്പാസിറ്റിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ നമുക്കറിയാം അല്ലേ? ഇതിൽ നിന്ന് പ്ലാന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെയാണെങ്കിൽ ഈ ആവറേജ് ഡിമാൻഡ് കണ്ടുപിടിച്ചാൽ, ആവറേജ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ സുഖമല്ലേ? എന്താണ്? നമുക്കിവിടെ ലോഡ് ഫാക്ടർ തന്നിട്ടില്ലേ? ആനുവൽ ലോഡ് ഫാക്ടർ തന്നിട്ടില്ലേ? നമുക്കറിയാം ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്? ആവറേജ് ഡിമാൻഡ് ബൈ എന്താണ്? മാക്സിമം ഡിമാൻഡ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആവറേജ് ഡിമാൻഡ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഫസ്റ്റ് വണ് ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് എന്താണ്? ലോഡ് ഫാക്ടർ, റൈറ്റ്? ഫസ്റ്റ് അപ്പോൾ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ? ലോഡ് ഫാക്ടറാണ്, ആനുവൽ ലോഡ് ഫാക്ടർ. ആനുവൽ, അപ്പോൾ ഞാൻ അത് എഴുതിയിട്ട് ഇതാക്കാം, ടൈം കളയണ്ട. അപ്പോൾ ഇവിടെ നോക്കിയേ, ലോഡ് ഫാക്ടർ നമുക്കറിയാം. ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡാണ് അല്ലേ? ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ദെർഫോർ ആവറേജ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ്. ഇതൊക്കെ ഇത് പഠിച്ചാലേ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. 400 × 0.60, അതായത് 60% ആണെന്ന് പറഞ്ഞു. 240 മെഗാവാട്ട്. ഇനി പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ നമുക്കറിയാം. ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റിയാണ്. ദെർഫോർ പ്ലാന്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. അപ്പോൾ ഈ പ്ലാന്റ് കപ്പാസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ചെയ്തത്. ഓക്കെ,
Therefore, reserve capacity എന്താണ്? What is reserve capacity? Reserve capacity is equal to എന്താണ്? Planned capacity minus maximum demand, right? Maximum demand. Planned capacity എത്ര വന്നിട്ട് 533.33 minus maximum demand എത്രയാണ് 400. Therefore it is 133.33 megawatt. Next is simple problem. The maximum demand on a power station is 100 megawatt. 100 megawatt are maximum demand. If the annual load factor is 40%, calculate the total energy generated in a year. Calculate the total energy. അപ്പോൾ energy generated in a year ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? maximum demand ഇൻറ്റു എന്താണ് ആനുവൽ ലോഡ് ഫാക്ടർ ഇൻറ്റു ഒരു ഇയറിലാണ് ഹവേഴ്സ് ഇൻ എ ഇയർ. അതാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ യു ഗോട്ട് ദ ആൻസർ. ഒരു ഫോർത്ത് ക്വസ്റ്റ്യൻ. A generating station has a connected load of 43 megawatt and a maximum demand of 20 megawatt. അപ്പോൾ കണക്റ്റഡ് ലോഡ് 43 മെഗാവാട്ട് ആയിരുന്നു, മാക്സിമം ഡിമാൻഡ് 20 മെഗാവാട്ട് എന്ന് പറഞ്ഞു. The units generated being 61.5 into 10⁶ per annum. യൂണിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 61.5 into 10⁶ per annum. ഓക്കെ, therefore കാൽക്കുലേറ്റ് എന്താണ് ഡിമാൻഡ് ഫാക്ടർ, ലോഡ് ഫാക്ടർ. ഡിമാൻഡ് ഫാക്ടറും ലോഡ് ഫാക്ടറും കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് നോക്കിയേ, എന്താ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ഡിമാൻഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്? മാക്സിമം ഡിമാൻഡ് ബൈ എന്താണ് കണക്റ്റഡ് ലോഡ്. അത് നമുക്കിവിടെ അറിയോ? മാക്സിമം ഡിമാൻഡ് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 20. എന്താണ് കണക്റ്റഡ് ലോഡ് എത്ര? 40. അപ്പോൾ അത് ചെയ്യാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഞാൻ അത് ചെയ്തുതരാം. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലോഡ് ഫാക്ടറാണ്. ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്യാം, പല രീതിയിൽ ചെയ്യാം. ഞാൻ ഒരു എളുപ്പവഴി പറയുകയാണ്. എന്താണ്? നമുക്ക് യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് അറിയാം അല്ലേ? മാക്സിമം ഡിമാൻഡ് ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ ഇയർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് ഫാക്ടർ കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാനത് എഴുതി. ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ ഇയർ. ദാറ്റ് ഈസ് 61.5 into 10⁶ ഡിവൈഡഡ് ബൈ 20 into 10⁶3 into 8760. 8760 പറഞ്ഞാൽ 365 into 24 ആണ്. 365 days into 24. ഓക്കെ, therefore it is 0.351 or 35.1%. Now, fifth question. A diesel station supplies the following loads to various consumers. കുറേ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ? ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിന് 1500 kW കൊടുക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് 750 kW കൊടുക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് പവറിന് 100 kW കൊടുക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് ലൈറ്റിന് 450 kW കൊടുക്കുന്നുണ്ട്. ഇഫ് ദ മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ ഈസ് 2500 kW and the number of kW generated is 45 into 10⁵, determine the diversity factor, annual load factor. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത്? ഡൈവേഴ്സിറ്റി ഫാക്ടറാണ് അല്ലേ? ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ കുറേ ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെ സം ചെയ്താൽ മതി. സം ഓഫ്, ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ഡിവൈഡഡ് ബൈ എന്താണ് മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ. അപ്പോൾ ഇത് ആ തന്ന് സം ചെയ്യുക, മാക്സിമം ഡിമാൻഡ് ഇടുക. ഇനി വേറെ കാര്യം, നമ്മൾ നേരത്തെ ലോഡ് ഫാക്ടർ കിട്ടാൻ എന്ത് ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഇയർ ഡിവൈഡഡ് ബൈ പെർ ആനം ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ ഇയർ അല്ലേ? ഈ ലോഡ് ഫാക്ടർ കിട്ടാൻ വേറെ കാര്യം കൂടി അറിയാം. എന്താണ്? ഏവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് അതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ ആവറേജ് ഡിമാൻഡ് എന്താണ്? ആവറേജ് ഡിമാൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു എന്താണ്? KWH ജനറേറ്റഡ് പെർ ആനം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് പെർ ആനം അല്ലേ? അപ്പോൾ ശരിക്കും ലോഡ് ഫാക്ടർ ഞാൻ നേരത്തെ ചെയ്തത് എന്താണ്? ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ദിസ് ഇൻറ്റു മാക്സിമം ഡിമാൻഡ് അല്ലേ? അത് നേരിട്ട് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാം, ഒരു വ്യത്യാസമായിട്ട് കേട്ടോ. ആ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ. അപ്പോൾ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ഇവിടെ നമുക്ക് ഈ തന്നിട്ടില്ലേ? ഇതെല്ലാം കൂടി രണ്ട് ആഡ് ചെയ്തു. ഓക്കെ, അത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു? മാക്സിമം ഡിമാൻഡ് 2500 ആകുന്നുണ്ട്, അത് എഴുതി. ഇനി ആവറേജ് ഡിമാൻഡ് ഓർ ആവറേജ് ലോഡ് എന്നാണ് പറഞ്ഞാൽ എന്താ? KWH ജനറേറ്റഡ് പെർ ആനം ഡിവൈഡ് ബൈ അവേഴ്സ് ഇൻ എ ഇയർ.
അത് എഴുതി ലോഡ് ഫാക്ടർ ഈക്വൽ ടു ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ്. നേരത്തെ നമ്മൾ ചെയ്ത് ഇത്ര ആലോചിച്ചാൽ മതി. ഈ ആവറേജ് ഡിമാൻഡിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് ചെയ്തു മാത്രം കേട്ടോ. ഇതാണ് ഇതിൻ്റെ വാല്യൂ. വേറൊരു ഇതിൽ നിന്ന് ഞാൻ പ്രോബ്ലം തപ്പിയെടുത്താണ് കേട്ടോ. ഓക്കെ, എ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഹാസ് ദ ഫോളോയിങ് ഡെയിലി ലോഡ് സൈക്കിൾ. ഒന്ന് 6 മണി വരെ, രാവിലെ 6 മണി വരെ 40 ലോഡായിരിക്കും. 6 to 10 വരെ 50 ആയിരിക്കും. 10 to 10 അങ്ങനെ മെഗാവാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഡ് തന്നിട്ടുണ്ട്. ഡ്രോ ദ ലോഡ് കർവ് ആൻഡ് ഫൈൻഡ് മാക്സിമം ഡിമാൻഡ്. ലോഡ് കർവ് വരക്കണം, എന്നിട്ട് മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കണം. പിന്നെന്താ, യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ, ആവറേജ് ലോഡ് ആൻഡ് ലോഡ് ഫാക്ടർ. അപ്പോൾ ഈ സാധനങ്ങളൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക, ഈ സാധനങ്ങൾ. ഓക്കെ, ഇനി എന്താണ്, ഇത് വെച്ചിട്ട് നമ്മളൊരു ലോഡ് കർവ് വരക്കാൻ പോകുക. അതെന്താണ്, ലോഡും ടൈമും വെച്ചിട്ടാണ് വരയ്ക്കുക. അപ്പോൾ ലോഡ് കർവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഡെയിലി ലോഡ് കർവ് ഈസ് ഡ്രോൺ ബൈ ടേക്കിംഗ് ദ ലോഡ് അലോങ് വൈ ആക്സിസ്. ലോഡ് വൈ ആക്സിസിലും ടൈം അലോങ് എക്സ് ആക്സിസിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ നോക്കിയ പോകണ്ടു 0 to 6 അവറിൽ നമ്മൾ പറഞ്ഞു എന്താണ്, 40 ആണ്. അപ്പോൾ 0 to 6 വരെ 40 വരച്ചു. പിന്നെന്താണ്, 6 to 10 വരെ 50, അതായത് 6 o'clock തൊട്ടിട്ട് 10 o'clock വരെ 50, പിന്നെ 10 to 12 വരെ 60, അങ്ങനെ ഇത് എന്ത് ചെയ്തു, വരച്ചു. ഓക്കെ, ഇതാണ് നമ്മളുടെ ലോഡ് കർവ് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഫ്രം ദ ലോഡ് കർവ് പ്ലോട്ടഡ്. ഇത് നമുക്ക് മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കണം. ഈ ലോഡ് കർവ് നോക്കി നോക്കി, ഇവിടെ മാക്സിമം ഡിമാൻഡ് വന്ന എത്ര, ഇവിടെ അല്ലേ 70 അല്ലേ, 70 അല്ലേ, ഇതാ ഈ കാണുന്ന 70 അല്ലേ വന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ. സിമ്പിളാണ്, നമ്മൾ വരച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. മാക്സിമം ലോഡ്. ഇനി എന്താണ്, യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ കിട്ടണം. യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ഏരിയ ഇൻ KWH അണ്ടർ ദ ലോഡ് കർവ് ചെയ്താൽ മതി. ഏരിയ ഇൻ KWH അണ്ടർ ദ ലോഡ് കർവ് പറഞ്ഞാൽ എന്താണ്, 40 into 6 പ്ലസ് 50 into 2 പ്ലസ് 2 അല്ല 4 പ്ലസ് 60 into എത്രയാണ് 2 പ്ലസ് 50 into എത്രയാണ് 4. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എഴുതും കണ്ടോ, 40 into 6 പ്ലസ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 10⁻³ നമുക്ക് 12 into 10⁵ കിട്ടി. ഇനി അടുത്തത് എന്താണ്, യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ആവറേജ് ലോഡ്. ആവറേജ് ലോഡ് എന്താണെന്ന്. അപ്പോൾ മൊത്തം ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്താൽ, യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ ഡിവൈഡഡ് ബൈ 24 hours കിട്ടി കഴിഞ്ഞാൽ ആവറേജ് ലോഡ് കിട്ടി. ഇനി ലോഡ് ഫാക്ടർ എന്താണ്, ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ്. മാക്സിമം ഡിമാൻഡ് നമ്മൾ പറഞ്ഞു 70 kW ആണ് പറഞ്ഞു. അപ്പോൾ ആവറേജ് ലോഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ യു ഗോട്ട് 71.4. ഇനി അടുത്ത പ്രോബ്ലം ഇവിടെ 14 എടുക്കുന്നത് നിങ്ങളുടെ 6ാമത്തെ പ്രോബ്ലമാണ്. ഡോണ്ട് വറി. ഓക്കെ, എ പവർ സ്റ്റേഷൻ ഹാസ് ദ ഫോളോയിങ് ഡെയിലി ലോഡ് സൈക്കിൾ. ടൈം ഇൻ അവേഴ്സ് 6 to 8 20 മെഗാവാട്ടാണ്. ലോഡ് ഇൻ മെഗാവാട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. 8 to 12 അവേഴ്സിൽ 40. അങ്ങനെ ഇത് നേരത്തെ പോലെ തന്നു. പ്ലോട്ട് ദ ലോഡ് കർവ് ആൻഡ് ലോഡ് ഡ്യൂറേഷൻ കർവ്. ഓൾസോ കാൽക്കുലേറ്റ് എനർജി ജനറേറ്റഡ് പെർ ഡേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലോഡ് കർവ് നേരത്തെ പോലെ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ചെയ്തതിന് ശേഷം അവരെന്താ പറഞ്ഞറിയോ, പ്ലോട്ട് ദ ലോഡ് കർവ് ആൻഡ് ലോഡ് ഡ്യൂറേഷൻ കർവ്. ലോഡ് ഡ്യൂറേഷൻ കർവ് എന്താണെന്ന് ഞാൻ പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടാകും. ലോഡ് ഡ്യൂറേഷൻ കർവ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം ഉള്ള, ഇപ്പോൾ ഏറ്റവും മാക്സിമം അവിടെ നിൽക്കുന്നത് 12 to 16, അതായത് 4 മണിക്കൂർ. ആ ഏറ്റവും മാക്സിമം ഉള്ള ആദ്യം വരക്കും 4 മണിക്കൂർ. ഇത് അവേഴ്സ് ഇൻ ഡ്യൂറേഷൻ ആണ്, ഇത് ടൈം ഓഫ് ഡേ ആണ്. പിന്നെ നമ്മളുടെ കൂടുതലുള്ള ഏതാണ്, 22 4 മണിക്കൂർ 50, അതിവിടെ വരച്ചു കണ്ടോ, 4 മണിക്കൂർ 50. അങ്ങനെ വരക്കണേനാണ് നമ്മൾ എന്താ പറയുക, ലോഡ് ഡ്യൂറേഷൻ കർവ് പറയുക. ഓക്കെ, ഇനി യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ കാണാൻ എന്ത് ചെയ്താൽ മതി, ഏരിയ ഇൻ KWH അണ്ടർ ഡെയിലി ലോഡ് കർവ്. അണ്ടർ ഡെയിലി ലോഡ് കർവ് ഇവിടുന്ന് നോക്കിയാൽ പോരെ, 2 സ്ഥലത്ത് നോക്കിയാലും കിട്ടും. ഓക്കെ, അതാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു 1-2 പ്രോബ്ലം കൂടി, ഒരു പ്രോബ്ലം ഉണ്ടാവുള്ളൂ മിക്കവാറും ഇതിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയൊക്കെ മാക്സിമം വരുള്ളൂ. ഞാൻ മാക്സിമം കുറച്ച് ഇലക്ട്രിക്കൽ എയറും കൂടി നോക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ളത്. എ പവർ സപ്ലൈ ഏജൻസി സപ്ലൈസ് ദ ഫോളോയിങ് ലോഡ് ടു ദ ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സ് ആസ് ഷോൺ. ഡൊമസ്റ്റിക് ലോഡ്, ഡൊമസ്റ്റിക് ലോഡിന് മാക്സിമം ഡിമാൻഡ് പറഞ്ഞാൽ 20,000 kW ആണ്. ഡൈവേഴ്സിറ്റി ഫാക്ടർ 1.5 ആണ്. ഡിമാൻഡ് ഫാക്ടർ 0.7 ആണ്. അതേപോലെ കമേഴ്ഷ്യൽ ലോഡ് ഉണ്ടാകുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ലോഡ് ഉണ്ടാകുന്നുണ്ട്. സിസ്റ്റം ഓവറോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ 1.6 ഉണ്ട്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് മാക്സിമം ഡിമാൻഡ്. മാക്സിമം ഡിമാൻഡ് എന്തായിരിക്കും, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ മാക്സിമം ഡിമാൻഡ് കിട്ടാൻ. ഇവിടെ നോക്ക്, ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ മാക്സിമം ഡിമാൻഡ് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് സിസ്റ്റം. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് മാക്സിമം ഡിമാൻഡ് കണക്റ്റഡ് ലോഡ് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് കൺസ്യൂമർ. കണക്റ്റഡ്, അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്താണ്, സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് സിസ്റ്റം. അപ്പോൾ ഈ മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ലോഡ്
ഡിവൈഡഡ് ബൈ സിസ്റ്റം ഡൈവേഴ്സിറ്റി ഫാക്ടർ ചെയ്താൽ പോരെ. അതാണ് ചെയ്തത്. ഗിവൺ സിസ്റ്റം ഡൈവേഴ്സിറ്റി ഫാക്ടർ 1.6. ഇതാണ് നമ്മളുടെ മാക്സിമം ഡിമാൻഡ് ആയിട്ടുള്ള ഓരോ ടൈമിൽ വന്നത്. അപ്പോൾ മാക്സിമം ഡിമാൻഡ് ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗോട്ട് ദിസ് വൺ. ഓക്കെ, ഇനി എന്താണ് കണക്റ്റഡ് ലോഡ് കാണാൻ? കണക്റ്റഡ് ലോഡ് കാണാൻ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ഡൈവേഴ്സിറ്റി ഫാക്ടർ ഡിവൈഡഡ് ബൈ ഡിമാൻഡ് ഫാക്ടർ. അതെന്താണ്? മാക്സിമം ഡിമാൻഡ് ഇൻറ്റു കണക്റ്റഡ് ലോഡ് ആണ് മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ഡൈവേഴ്സിറ്റി ഫാക്ടർ ഡിവൈഡഡ് ബൈ ഡിമാൻഡ് ഫാക്ടർ. അപ്പോൾ നമുക്ക് കണക്റ്റഡ് ലോഡ് ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാണ്ട്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ കണക്റ്റഡ് ലോഡ് ഓഫ് ഡൊമസ്റ്റിക് ടൈപ്പ്. അപ്പോൾ കണക്റ്റഡ് ലോഡ് ഓഫ് ഡൊമസ്റ്റിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്താണ് ആ ടൈമിലുള്ളത്? അതായത് ഡൊമസ്റ്റിക് ലോഡിൻ്റെ മാക്സിമം ഡിമാൻഡ് 2000 ഇൻറ്റു ഡൈവേഴ്സിറ്റി ഫാക്ടർ 1.5 ആണ് അവരുടെ തന്നിട്ടുള്ളത്, ഡിവൈഡ് ബൈ 0.7. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ 1.5 ഡിവൈഡ് ബൈ 0.7. അപ്പോൾ അടുത്ത് കാണണമെങ്കിൽ എന്താണ്? മാക്സിമം കണക്റ്റഡ് ലോഡ് ഓഫ് കമേഴ്ഷ്യൽ ലോഡ് കാണണമെങ്കിൽ എന്താണ്? മാക്സിമം ഡിമാൻഡ് 2000 ഇൻറ്റു 1.4 ഡൈവേഴ്സിറ്റി ഫാക്ടർ ഡിവൈഡ് ബൈ 0.8. ഇവിടെ എന്താണ്? 50,000. ഇവിടെ 20 ആണ് കേട്ടോ. 50,000 ഇൻറ്റു 1.2 ഡിവൈഡ് ബൈ 0.9. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കണക്റ്റഡ് ലോഡ് ഓഫ് ഡൊമസ്റ്റിക് ടൈപ്പ് ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. കണക്റ്റഡ് ലോഡ് ഓഫ് കൊമേഴ്ഷ്യൽ ടൈപ്പ് നമ്മൾ പറഞ്ഞ പോലെ ചെയ്തു. ഇൻഡസ്ട്രിയൽ ലോഡ്. ഇത്രയാണ് ചെയ്യാനുള്ളത്. കണ്ടു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകുന്നു. വളരെ സിമ്പിളാണ്. ഓക്കെ.